അങ്ങനെ കാത്തിരിപ്പുകൾക്കൊക്കെ ഒടുവിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് അവരുടെ പരിശീലകനെ ഒഫീഷ്യലായി തന്നെ നിലവിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം ഒരു സ്പാനിഷ് പരിശീലകനാണ്. ഡേവിഡ് കെല്ല എന്ന് പറയുന്ന 44 വയസ്സുള്ള സ്പാനിഷ് പരിശീലകനാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം സ്പാനിഷ് പരിശീലകൻ എന്ന പരിശീലകനാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് എന്ന റൂമർ പുറത്തു വന്നപ്പോൾ തന്നെ ഒരുപാട് സ്പാനിഷ് പരിശീലകരുടെ പേര് മുൻപന്തിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അതിൽ മുൻപന്തിയിൽ നിന്ന പേര് സെർജിയോ ലൊബേറ ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പദ്ധതികൾ തികച്ചും ആർക്കും അറിയാത്ത രീതിയിൽ തന്നെ വളരെ സർപ്രൈസ് മൂവ്മെൻറ്റ് തന്നെയായിരുന്നു നിലവിൽ മാനേജ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് അവരുടെ പരിശീലകനായിട്ട് ഡേവിഡ് കെല്ല എന്ന് പറയുന്ന 44 വയസ്സുള്ള ഒരാളെയാണ് നിലവിൽ നിയമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്ലബ് കരിയർ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം 4ഓളം ക്ലബ്ബുകളെ നിലവിൽ പരിശീലിപ്പിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 44 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. കഴിഞ്ഞൊരു വർഷം അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. 2024-25 സീസണിൽ സി സവാഡൽ FC എന്ന് പറയുന്ന ഒരു ക്ലബിനെയായിരുന്നു അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ക്ലബ്ബിൽ നിന്ന് അദ്ദേഹം അത് സ്പെയിനിലെ ഒരു ക്ലബ്ബായിരുന്നു. വളരെയധികം പഴക്കം ചെന്ന സ്പെയിനിലെ ഒരു ക്ലബ്ബ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ആ ഒരു ക്ലബ്ബിനെയായിരുന്നു ഡേവിഡ് കെല്ല എന്ന് പറയുന്ന ഈ ഒരു പരിശീലകൻ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ട് ഇദ്ദേഹം എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന കാര്യം നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടതാണ്. ഇദ്ദേഹത്തിന് 4ഓളം ബ്ലാസ്റ്റേഴ്സിനെ നിലവിൽ പരിശീലിപ്പിക്കുന്നതിന് മുമ്പ് 4ഓളം ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ഫോർമർ ഫുട്ബോളറാണ്. അദ്ദേഹം മാനേജറായിട്ട് മാറിയിട്ടുണ്ട്. ഇദ്ദേഹം നമുക്കറിയാം ഇവാൻ വുക്കോമനെ വെച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോഴും 40 സംതിങ് ഏജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹത്തിന് 40 കൂട്ടിയാണ് ഏജ് ഉള്ളത്, 44 വയസ്സാണ്. സോ അതിനാൽ തന്നെ ഒരു മാനേജർ പൊസിഷനിൽ ഒരു നല്ലൊരു പ്രകടനം ഇദ്ദേഹത്തിന് നിലവിൽ കാഴ്ചവെക്കുവാനായിട്ട് ഭാവിയിൽ സാധിക്കട്ടെ. ബ്ലാസ്റ്റേഴ്സിന് അവരുടെ ആദ്യത്തെ കിരീടം ഈ ഒരു സീസണിൽ തന്നെ സൂപ്പർ കപ്പോടുകൂടി തന്നെ ഇദ്ദേഹത്തിന് നേടിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇദ്ദേഹം ഉടൻ തന്നെ ടീമുമായിട്ട് ജോയിൻ ചെയ്യുമെന്ന കാര്യമൊക്കെ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ട്. എന്തൊക്കെയായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിൽ ഇദ്ദേഹം തന്നെയായിരിക്കും ഇനി നയിക്കുക എന്ന കാര്യവും ഉറപ്പായിട്ടുണ്ട്. ഡേവിഡ്